BB+. സാധാരണ BB+ കണ്ടിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതിനെക്കാട്ടിയും ഞാൻ അടുത്തൊരു ദിവസത്തെ ലൈവിലേക്കാണ് പോകാറ്. പക്ഷേ ഇന്നലത്തെ BB+ൽ വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനുമോളെ ഇനി എങ്ങനെയെങ്കിലും അങ്ങ് പറഞ്ഞു വിടണം, അനുമോൾ ഇവിടെ നിൽക്കണ്ട എന്ന വാശിയിലാണ് ആര്യന് തീരെയും അനുമോളിനെ ഇപ്പൊ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ ജിസേൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിൽ 2 മത്സരാർത്ഥികളാണ് ഉള്ളത്. ഒന്ന് അനുമോള്, ഒന്ന് ജിസേൽ. ഈ ജിസേലിനെ ചുറ്റിപ്പറ്റി കുറെ അധികം ശിങ്കിടികളുണ്ട്, അനുമോളെ ചുറ്റിപ്പറ്റി കുറച്ചധികം ശിങ്കിടികളുണ്ട്. പക്ഷെ അവരൊക്കെ പിന്നെയും പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജിസേലിന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും പാവാട വള്ളികൾ തന്നെയാണ്, അതിനകത്ത് ഒരു തർക്കവും ഇല്ല. അവന്മാർക്ക് സ്വന്തമായിട്ടും കളിക്കേണ്ട, വേറെ ആൾക്കാരെയും വെച്ച് കളിക്കേണ്ട. ആര്യനൊക്കെ വെറും വേസ്റ്റ് ആണ്. ആര്യനും റെനയും ഒരുപോലെ വേസ്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒന്നുമില്ല അവിടെ കളിക്കാൻ, അവർക്ക് പ്രത്യേകിച്ച് പറയാനും ഒന്നുമില്ല. അപ്പൊ ഇന്നത്തെ BB+നകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. ശരിക്കും അനുമോൾക്ക് ഇന്നലെ ഭാഗത്തിൽ ഒരു തെറ്റുമില്ല. അനുമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും മാക്സിമം അനുമോൾ വിട്ടുമാറി പോകുന്ന കണക്കൊക്കെ കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അനുമോൾ മാക്സിമം അടി ഉണ്ടാക്കാതെ പോകാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ തട്ടി, എന്നെ ചവിട്ടി, എന്നെ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ വൻ പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആര്യൻ ആ ബഹളം അവിടെ വലുതാക്കിയതിന്റെ റീസൺ എങ്ങനെയെങ്കിലും ഒരു പ്രൊവോക്ക് ചെയ്തിട്ട് അടിയോ ഇടിയോ എന്തെങ്കിലും പറഞ്ഞിട്ട് അനുമോൾക്കെതിരെ ഒരു വലിയൊരു അലിഗേഷൻ, ഒരു ആരോപണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സംഭവം അനുമോൾ ഇന്നലെ തന്നെ അനുമോൾ അടുക്കി വെക്കുന്ന കുറച്ച് സ്ഥലമുണ്ട്. അതായത് അനുമോളുടെ ബെഡ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെ ഒരു കുറച്ച് സ്പേസ്. അപ്പം ആര്യൻ അവിടേക്ക്, അത് ആര്യനും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പം ആര്യൻ അവിടേക്ക് ആര്യൻ്റെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം കൊണ്ടുവെക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് മാന്യമായിട്ട് ഒതുക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഇത് അനുമോളിൻ്റെ ഷൂവിൻ്റെ മുകളിൽ തന്നെ എടുക്കാൻ നേർത്ത് അനുമോൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. പറ്റത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം അവിടെ കിടക്കുന്ന ചെരുപ്പൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. അനുമോൾ വലിച്ചെറിഞ്ഞ ചെരുപ്പിൻ്റെ എന്തോ ഒരറ്റം അക്ബറിനെ തട്ടുന്നുണ്ട്. അപ്പം അവിടെ അതും സംഭവിച്ചിട്ടുണ്ട്. ആര്യനും ചെരുപ്പെടുത്ത് വലിച്ചെറിഞ്ഞു. അപ്പോൾ അവിടെ ആരുടെ ചെരുപ്പാണ് അക്ബറിന്റെ ദേഹത്ത് തട്ടി എന്നുള്ളത് ക്ലിയർ അല്ല. പക്ഷെ അക്ബർ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഒരുപാട് നേരം ഈ പറഞ്ഞ ഷാനവാസ്, ആദില, നൂറ ഇവരെല്ലാവരും മാറിയിരുന്ന് സംസാരിക്കുകയായിരുന്നു. ശൈത്യ അനുമോളുടെ കൂടെയായിരുന്നു. പക്ഷെ ശൈത്യ പറയുന്നത് അനുമോൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കണം, അനുമോളാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ശൈത്യ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അങ്ങനെ പുറത്ത് നിന്ന് ഈ പറയുന്ന ഷാനവാസ് എല്ലാം ഇതെന്തുവാന്ന് അറിയാൻ വേണ്ടിയിട്ട് തിരിച്ചകത്തോട്ട് കയറി വരുന്നുണ്ട്. നൂറയും ഉണ്ട്, ആദിലയും ഉണ്ട്. അങ്ങനെ പ്രശ്നം കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് അനുമോൾ പിന്നെ ആര്യൻ്റെ അടുത്ത് ഇത് പറ്റത്തില്ല, ഇതെന്റെ സ്ഥലമാണ്, ഇവിടെ വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ അനുമോൾ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലേ നീ വെച്ചിട്ട് പോ. നമ്മുടെ സാധനത്തിനെ ഉപദ്രവിക്കാത്ത തരത്തിൽ മാറിയിരുന്ന് നീ എന്തെങ്കിലും ചെയ്. അങ്ങനെ നോക്കിക്കൊണ്ടങ്ങിരിക്കണം, ഒരു റിയാക്ഷൻ കൊടുക്കരുത്. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ് ഇവര് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആര്യൻ ഇത്രയൊക്കെ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് അനുമോൾ അവിടെ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രൊവോക്ഡ് ആകുമ്പോഴത്തേക്കും ആര്യൻ അവിടെ സക്സസ് ആവുകയാണ്. അങ്ങനെ ആര്യനും അനുമോളും അവിടെ അടിയുണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് ഷാനവാസും അക്ബറും തമ്മിൽ നല്ല ഫൈറ്റായി. ശരിക്കും ലാലേട്ടൻ പറഞ്ഞായിരുന്നല്ലോ, ഈ ആണുങ്ങൾ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല, ആണുങ്ങൾ വെറുതെയാണ്, ആണുങ്ങൾ അടിയുണ്ടാക്കാത്ത ഒരു ബിഗ് ബോസ് ഹൗസ് ആണ്, പെണ്ണുങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത് എന്നൊക്കെ. ഇത് കേട്ടിട്ടാണെന്ന് തോന്നുന്നത് അക്ബറിനും ഷാനവാസിനും കിട്ടിയ അവസരം 2 എണ്ണോ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയെല്ലാം കൂടെ പറയിക്കിട്ടെ, തലടാ, അടിക്കണം എന്നും പറഞ്ഞിട്ട് 2 പേരും കൂടെ ചുമ്മാ ഒരു കാര്യമില്ല. അവിടെ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? ജസ്റ്റ് അക്ബർ എങ്ങാണ്ട് ഇങ്ങോട്ടാക്കിയെന്നും പറഞ്ഞിട്ട് ഷാനവാസ് അങ്ങോട്ട് തൊട്ടെന്നും പറഞ്ഞിട്ടാണ് ഈ അടി ഉണ്ടാകുന്നത്. അവസാനം ബിഗ് ബോസ് എല്ലാവരെയും, അതായത് ലിവിംഗ് റൂമിലേക്ക് എല്ലാവരും വന്ന് ഇരിക്കാൻ പറഞ്ഞിട്ട് അക്ബറിനെയും ഷാനവാസിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് അവിടെ ഇരുന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുകയാണ്. നീ ഇങ്ങനെ വന്ന് ചലച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് ഷാനവാസ്. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ച്, ഷാനൂക്ക ഇങ്ങനൊന്നും പറയല്ലേ, ബിഗ് ബോസ് പറയും എന്നാ പിന്നെ നീ അങ്ങ് പുറത്തു പോകും എന്ന് പറഞ്ഞു കളയും. അമ്മാതിരി ഒരു ബിഗ് ബോസ് ആണ് ഈ സീസൺ എന്ന് പറയുന്നത്. അങ്ങനെ ആ സംസാരം അവർ തമ്മിൽ അവിടെ സംസാരിക്കുന്ന സമയത്ത് പുറത്ത് അതിലും വലിയ ബഹളം നടക്കുകയാണ്. അവിടെ ബഹളം അലപ്പറ ഐറ്റംസ് ഒക്കെ അവിടെ നടക്കുമ്പോഴത്തേക്കും ബിഗ് ബോസ് വിളിച്ചു പറയുന്നുണ്ട്, അതെ നിങ്ങളൊക്കെ ഒന്ന് മിണ്ടാതിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ക്ലാസ് മുറിയിൽ ഒരുമാതിരി ടീച്ചർ ക്ലാസ്സിൽ ഇല്ലാത്ത സമയത്ത് പിള്ളേർ കിടന്ന് അടിയുണ്ടാക്കുന്നതൊക്കെയാണ് അവിടെ കിടന്ന് അടിയുണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് അവസാനം ലൈറ്റൊക്കെ ഇട്ടിട്ട് പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാം. അങ്ങനെ വളരെ സില്ലി മാറ്റേഴ്സിനെയൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും എന്നും വരെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ഇവരൊക്കെ ഉറങ്ങി. പിന്നെ നൂറയുടെ കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.